മണികണ്ഠ, മണികണ്ഠ, വരണോ? മണി കണ്ട? ആ, വേഗം ഇതിനകത്തോട്ട് കയറിക്കോ. ഇതാണ് നിനക്ക് സഞ്ചരിക്കാനുള്ള വാഹനം. ഇഷ്ടപ്പെട്ടോ? വിലക്കല്ലോ, വാടകയ്ക്കല്ലേ? മേക്കപ്പ് മാൻ സുന്ദരൻ അർപ്പൂക്കര കിടക്കുന്നത് റൂം നമ്പർ 205-ലാണ്. ആ മുറിയിൽ ആരോരും അറിയാതെ നിന്നെ എത്തിക്കാനുള്ള സർവ്വ മാസ്റ്റർ പ്ലാനും ഞാൻ തയ്യാറാക്കി കഴിഞ്ഞു. എന്നാ എന്റെ കരടിക്കുട്ടൻ ഈ പെട്ടി വണ്ടിയിലോട്ട് കയറിയട്ടെ. ഇവിടെ മുന്നിലല്ല, നിന്റെ സീറ്റ് പിന്നിലാണ്. ഓഹോ, ഓ, എവിടെ തൊട്ടാലും വേദന. വേഗം മുഴുവൻ ഇതേ ഉള്ളൊരു വഴി. ഇനി ആരുടെയും കണ്ണിപ്പെടില്ല. അങ്ങനെ വാറുണ്ണി ഫാമിലിയുടെ കഥ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ഇനി സാറ് നിർത്ത്, ഞാൻ പറയട്ടെ. സാർ ഈ ആകാശത്തിന് താഴെയുള്ള എന്തിനെ കുറിച്ച് ചോദിച്ചാലും ഞാൻ ടപ്പേന്ന് ഉത്തരം പറയും. ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഇങ്ങനെ വിഡ്ഢിക്കളി കളിക്കരുതെന്ന് ഞാൻ പലവണ പറഞ്ഞിട്ടുണ്ട്. ഇത് സീരിയസ് ആണ്. അമേരിക്കൻ പ്രസിഡന്റ് ടപ്പേ, ഇന്ത്യൻ പ്രധാനമന്ത്രി ടപ്പേ, കേരള മുഖ്യമന്ത്രി ടപ്പേ. ടപ്പേയോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ സാർ എന്ത് ചോദിച്ചാൽ ഞാൻ ടപ്പേന്ന് ഉത്തരം പറയാന്ന്. സാർ തോറ്റ്. ഞാൻ മിക്കവാറും ജയിലിൽ പോകേണ്ടി വരും. എന്തിന്? തന്നെ കൊന്നിട്ട് കൊലക്കുറ്റത്തിന്. അയ്യോ അണ്ണ, തുണി പോയി. അതിന് കരടി തുണി കൊടുക്കാറില്ലല്ലോ. ആ തുണിയല്ല, ഇതിനെന്നെ മറച്ച മറ പോയി. അയ്യോ, എന്നെ എല്ലാരും നോക്കണ്. ഇനി ഇത്തരം ചോദ്യം ചോദിച്ച തോക്കിന്റെ ബാണിച്ച് തന്റെ തൊണ്ട കുത്തിക്കും. അയ്യോ, കരടി പെട്ടിയോട്ടം പിടിച്ചു. വെടിയോ? ബാക്കിന്ന് തോക്കൊണ്ട് അവൻ വെടിവെക്കാൻ പോന്നു. നീ എന്തെങ്കിലും നടക്കാം. എന്നെ രക്ഷിക്കണ്ട, ഞാൻ പോ. തൊപ്പി തെറിച്ചാന. ഇങ്ങനെ പോയ തൊപ്പി തെറിക്കും. പിന്നാലുണ്ട്. അയ്യോ, എല്ലാരും നോക്കണം. അയ്യോ, എന്തെങ്കിലും ഒരു മറ വാങ്ങിച്ചിട്ടാ. എക്സ്ക്യൂസ് മീ സിസ്റ്റർ. ഉണ്ട് കിടല്ലേ? ഇതെന്താ മലഞ്ചരക്കോ? എത്തിയോ? ഓ ദൈവാധീനം, പരിസരത്തെങ്ങും ആരുമില്ല. മണികണ്ഠ, അർപ്പൂക്കരയുടെ തറവാടത്ത് ഇറങ്ങിക്കോ. ആ വേട്ടക്കാരന് നല്ല ഉണ്ണുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അറിയോ? ഈ സുവാസും രക്ഷപ്പെട്ടല്ലോ. അതാണ് എന്റെ പേടി. ഈ പട്ടാ പകല് ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ഇതിനകത്ത് കയറും. നിനക്കിപ്പോ വെറും കരടിയുടെ ബുദ്ധിയാ. എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാൻ നോക്കട്ടെ. വാ വാ വാ. നോക്ക്, നീ ആ സ്ട്രക്ചർ കണ്ടോ? ഇത് വെച്ച് നമുക്കൊരു കളി കളിക്കാം. ഇതിന്റെ മേളിലോട്ട് കയറിക്കോ. അല്ലേ വേണ്ട, ഇറങ്ങ. വല്ലവരും കാണും. ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് കയറ, അടിയിലോട്ട് കയറ. ആ തുണി വേഗം. ഒരു കരടിയും ജീവിതത്തിൽ ഇത്രയും ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഇറക്കിയിട്ട് താഴെ. ഇതുകൊണ്ട് അങ്ങോട്ടാ? ഓർത്തോ കരടി എസ്കേപ്പിംഗ്. ഓർത്തോ സെക്ഷൻ മോളിലാ. താങ്ക് യു. അയ്യോ, എന്റെ തല. കേട്ടോ? സൈലൻസ്. വേഗാവട്ടെ, എനിക്ക് ശ്വാസം മുട്ടണ്. ഓ, എനിക്ക് തൊള്ളവർക്കാർ അടങ്ങി കിടക്ക. ഇങ്ങോട്ട് തിരിക്ക്. അങ്ങോട്ടാ പോയത്. സ്പീഡി വെറോ. എവിടെ വണ്ടി? കിടക്കുന്ന വണ്ടി. ഒരു ബാലൻസും ഇല്ലാതെയാണോ വണ്ടി ഓടിക്കുന്നത്? ആശുപത്രിയോ? കരടി ഡോക്ടറെ കാണാൻ വന്ന. അതിനിത് മൃഗാശുപത്രി അല്ലല്ലോ. എന്നാലും ഡോക്ടർ കാണുമല്ലോ.
ഇനി അബദ്ധത്തിന് വല്ല വെടി വന്നിട്ട് കൊണ്ടോ? ഏയ് എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അല്ല വെടി കൊള്ളാൻ സാധ്യത ഉണ്ടോ? എന്തായാലും ആശുപത്രിക്കകത്തൊന്ന് കയറി തിരക്കാം. ശരിയാ, കരടിയെ കിട്ടിയില്ലെങ്കിലും 10 പെങ്കൊച്ചുങ്ങളെ കാണാമല്ലോ. ആളെ കാണുമ്പോലല്ല, നല്ല റൊമാൻറ്റിക്കാ. വരൂ. ഏറ്റവും കയറിയപ്പോഴാ കരടിയുടെ ഭാരം അറിയുന്നത്. ഞാനിനി എത്ര കാലം ജീവിക്കും ഡോക്ടർ? അതൊക്കെ നിശ്ചയിക്കേണ്ടത് ഈശ്വരനല്ലേ. അയ്യോ, അതിനർത്ഥം ഞാൻ തട്ടിപ്പോകുന്ന? നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഇന്ന് തന്നെ വീട്ടിൽ പോ. ബില്ല് ഉടനെ കൊണ്ടുവരാം. പെട്ടെന്ന് വരില്ലേ? ആ വരാന്നേ. മണികണ്ഠ, മുറിയെത്തി വേഗം ഇറങ്ങ. ഏട്ടാ, പുറത്ത് ആരെങ്കിലും നോക്ക്. അതില്ലാത്തോണ്ടല്ലേടാ വിളിച്ചത്. ഇല്ല ഇല്ല ഇല്ല. ശ്രദ്ധിക്കണേ. ഉടനെ വരില്ലേ? വരാന്നേ. ആരോ വരാൻ കേറിക്കോ. അടിയിലോട്ട് എക്സ്ക്യൂസ് മീ, ഐ ആം കിട്ടുണ്ണി, പാറുണ്ണിയുടെ അനുജന. ഒരു കരടിയെ ഇവിടെ ചികിത്സിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടോ സിസ്റ്ററെ? ഇത് മെന്റൽ ഹോസ്പിറ്റൽ അല്ല, താൻ പോടോ. ഈ ഏരിയയിലെ പെമ്പിള്ളാർക്ക് ആണുങ്ങളോട് തീരെ റെസ്പെക്ട് ഇല്ലേ? അതെ, ഞാൻ സിസ്റ്ററെ എന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നെ ഒരു ബ്രദറായിട്ട് കാണാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ആ താടി വെച്ച ജന്തുവിനെ പിടിച്ച കരടി എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. സ്റ്റേഷനിൽ ഇവിടുന്ന് മുങ്ങുന്നതാണ് ബുദ്ധി. അവനെന്താ നമ്മളെ കൊണ്ട് പോയത്? എന്നാ ഇവനെ വിടാം, അവനെ പിടിക്കാം. ഇതെന്താ എന്റെ കൂടെ ഇതൊന്ന് പിടിക്കേ. അയ്യോ അയ്യോ, ആരെങ്കിലും വട്ട പോലെയായി. അയ്യോ സുന്ദരേട്ടാ, നാളെ വിളിക്കണം. ഹലോ, ഇത് ഞാനാ, മണിയേട്ടൻ. എവിടുന്നാ? അതൊക്കെ പിന്നെ പറയും, ഇപ്പൊ സമയമില്ല. ഇന്ന് രാത്രി ഞാൻ അവിടെ വരും, കാത്തിരിക്കണം. ഏത് സമയം വലിയൊരു ആക്രമണം ഇവിടെ ഉണ്ടാകും. ഇങ്ങോട്ട് മാറി. ആ പെട്ടി ഓട്ടോറിക്ഷക്കാരന്റെ കരടി നിന്ന് തിന്നും, ഉറപ്പാ.